വീണ്ടും തൃശൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് തന്നെയാണ്. സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായ 2019-ലും ജയിച്ചു കയറിയ 2024-ലും വീണ വോട്ടുകൾ പരിശോധിക്കുക. ചില അസ്വാഭാവികതകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടെത്താം. 3.25 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ 74-ാം നമ്പർ ബൂത്ത് എടുക്കുക. അവിടെ സുരേഷ് ഗോപിക്ക് 2019-ൽ കിട്ടിയത് 26 വോട്ട്. ജയിച്ചു കയറിയ 2024-ലും കിട്ടിയത് 26 വോട്ട് മാത്രം. ഒരു വോട്ട് പോലും കൂടിയതുമില്ല, കുറഞ്ഞതുമില്ല. മണ്ഡലം ആകെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്ന് കരുതിയ 2024-ൽ ഒരു ചലനവും ഉണ്ടാകാത്തത് ഈ ഒരു ബൂത്തിൽ മാത്രമല്ല. പുതുക്കാട്ടെ തന്നെ 80-ാം നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് 2019-ൽ കിട്ടിയത് 32 വോട്ട്, 2024-ൽ 38 വോട്ട്. പാർട്ടി ബൂത്തുകൾ എന്ന് അറിയപ്പെടുന്ന കോട്ടകളിൽ ഒരു ചലനവും ഉണ്ടാക്കാതെയാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയത്. നഗര കേന്ദ്രീകൃതമായ ബൂത്തുകളിൽ ആരൊക്കെയാണ് വോട്ടർമാർ എന്ന് ആർക്കും അറിയാത്ത ഇടങ്ങളിലാണ് വലിയ തോതിൽ വോട്ടിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. പുതുതായി വോട്ടർമാർ വന്നു ചേർന്നതും സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ വോട്ട് കൂടിയതും അത്തരം ബൂത്തുകളിലാണ്. പൊതു ട്രെൻഡ് എന്ന സ്വഭാവമില്ലാതെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വരുന്നത് അത്യപൂർവമാണ്. സ്പോട്ട് ലൈറ്റ് പരിശോധിക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ച വിധം. തൃശൂരിലെ പോളിംഗ് കഴിഞ്ഞ് പിറ്റേന്ന് CPIയുടെ ജില്ലാ അവലോകന യോഗത്തിൽ സമ്പൂർണ്ണ മ്ലാനതയായിരുന്നു. ഇങ്ങനെയൊരു ഫലം പ്രതീക്ഷിച്ചതായിരുന്നില്ല. കാരണം ആരൊക്കെ എവിടെയൊക്കെ വോട്ട് ചെയ്തുവെന്ന് കൃത്യമായ വിവരം നൽകാൻ ഭൂരിപക്ഷം ബൂത്ത് സമിതികൾക്കും കഴിഞ്ഞില്ല. VS സുനിൽകുമാർ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. K മുരളീധരൻ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് ചോദ്യം ഉയർത്തിയപ്പോൾ ജില്ലാ നേതാവ് പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇടത് ഐക്യ മുന്നണികൾക്ക് തൃശൂരിലെ ആകെ കുഴഞ്ഞുമറിഞ്ഞ പോളിംഗിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയത്. അപ്പോൾ പോലും 5000 വോട്ടിനാണെങ്കിലും സുനിൽകുമാർ ജയിക്കും എന്ന് കരുതിയവരാണ് സാധാരണ CPI പ്രവർത്തകർ. K മുരളീധരൻ 3-ാം സ്ഥാനത്താകുമെന്നും 3 മുന്നണികൾക്കും ഉറപ്പായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ ജയത്തിന് കാരണമായ വോട്ടുകൾ എവിടെ നിന്ന് വന്നു? ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവരങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി പഠിക്കുമ്പോഴാണ് ചെമ്പ് തെളിയുന്നത്. പുതുക്കാട് നിയമസഭാ മണ്ഡലം CPIഎമ്മിന്റെ കുത്തകയായിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥും ഇപ്പോൾ KK രാമചന്ദ്രനും ബഹുഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്ന മണ്ഡലമാണ്. C രവീന്ദ്രനാഥ് എന്ന വടവൃക്ഷം മാറിയിട്ടും KK രാമചന്ദ്രൻ 27,353 വോട്ടിനാണ് ജയിച്ചത്. ആകെ നേടിയ വോട്ട് 73,365. മണ്ഡലത്തിൽ BJPക്കായി മത്സരിച്ച A നാഗേഷിന് കിട്ടിയത് 34,893 വോട്ട് മാത്രമാണ്. 2019-ൽ സുരേഷ് ഗോപി പിടിച്ച 46,410 വോട്ടാണ് BJPയുടെ ഏറ്റവും കൂടിയ വോട്ട്. 2024-ൽ അത് 62,635 വോട്ടായി വളർന്നു. അപ്പോഴും മണ്ഡലത്തിന്റെ എല്ലായിടത്തും ആ തരംഗമുണ്ടായില്ല. TN പ്രതാപൻ 374 വോട്ട് പിടിച്ച 113-ാം നമ്പർ ബൂത്ത്. അവിടെ K മുരളീധരൻ 403 വോട്ട് പിടിച്ചു. എന്നിട്ടും മുരളീധരൻ ഫലം വന്നപ്പോൾ 3-ാമതായി. ഒലൂരെ 44-ാം നമ്പർ ബൂത്ത്. അവിടെ TN പ്രതാപൻ 2019-ൽ പിടിച്ചത് 444 വോട്ട്. 2024-ൽ K മുരളീധരന് കിട്ടിയത് 480 വോട്ട്. കോൺഗ്രസ് വോട്ടാണ് BJPക്ക് പോയത് എന്ന സൂത്രവാക്യം ഈ 2 ബൂത്തിൽ മാത്രമല്ല ഫലപ്രദമാകാത്തത്. ഈ 2 ബൂത്തിലും CPIയുടെ സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൂടിയിട്ടുണ്ട്. രാജാജി മാത്യു തോമസ് പിടിച്ചതിനേക്കാൾ വോട്ടാണ് സുനിൽകുമാർ നേടിയിരിക്കുന്നത്. എന്നിട്ടും സുരേഷ് ഗോപിക്കും വോട്ട് കൂടി. അതാണ് അത്ഭുതകരമായ കാര്യം. UDF LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടി. സുരേഷ് ഗോപിക്ക് കാര്യമായി വോട്ട് കൂടി. അതിനർത്ഥം പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളിൽ കൂടുതലും സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് പോയി എന്നാണ്. മണ്ഡലത്തിൽ CPIയൊക്കെ ജയിക്കുമെങ്കിലും ഒല്ലൂരിൽ കോൺഗ്രസിന് മാത്രം വോട്ട് വീഴുന്ന കുറേ ബൂത്തുകളുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമെന്ന വിധത്തിലുള്ള ട്രെൻഡ് ഉണ്ടായിട്ടും ആ ബൂത്തുകൾക്കൊന്നും ഒരനക്കവും തട്ടിയില്ല. ഒല്ലൂരെ 102, 103, 104 ബൂത്തുകളൊക്കെ കോൺഗ്രസിന്റെ കുത്തകയാണ്. അവിടെ പ്രതാപന് 469, 527, 561 വോട്ടുകളാണ് 2019-ൽ കിട്ടിയത്. അത് K മുരളീധരൻ മത്സരിച്ചപ്പോഴും കാര്യമായി കുറഞ്ഞില്ല. അവിടെ രാജാജി മാത്യു തോമസ് 2019-ൽ പിടിച്ചതിലും കൂടുതൽ വോട്ടുകൾ 2024-ൽ VS സുനിൽകുമാർ പിടിച്ചു. എന്നിട്ടും വലിയ തോതിൽ സുരേഷ് ഗോപിക്കും വോട്ടെണ്ണം കൂടി. ഇനി ഒല്ലൂരെ 90-ാം നമ്പർ ബൂത്ത് എടുക്കുക. അവിടെ 2019-ൽ
TN പ്രതാപന് കിട്ടിയത് 467 വോട്ട്. 2024 കെ മുരളീധരന് കൃത്യം 100 വോട്ട് കൂടി 567 കോൺഗ്രസിന് അത്രയ്ക്കുറച്ച ആ ബൂത്തിൽ സുരേഷ് ഗോപിയുടെ വോട്ട് 43-ൽ നിന്ന് 173 വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ 100 വോട്ട് കൂടുതൽ പിടിച്ചിട്ടും സുരേഷ് ഗോപിക്ക് 140 വോട്ടാണ് കൂടുതൽ കിട്ടിയത്. അവിടെ രാജാജി മാത്യു തോമസ് 117 വോട്ടാണ് പിടിച്ചതെങ്കിൽ VS സുനിൽകുമാർ 169 വോട്ട് പിടിച്ചു. ഒരു കാര്യം അച്ചട്ടാണ്, ഓരോ ബൂത്തിലും LDF UDF മുന്നണികൾക്ക് അവരുടെ ഉറച്ച വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പുതുതായി വന്ന വോട്ടുകളിലാണ് ഈ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകൾ എല്ലാം യുവാക്കളുടേതല്ല. 40ഉം 50ഉം വയസ്സുള്ള നിരവധി പേരുണ്ട് പുതിയ വോട്ടർമാരിൽ. ചെറുപ്പക്കാർ സുരേഷ് ഗോപിയെ പിന്തുണച്ചു എന്ന സിദ്ധാന്തവും അവിടെ ഫലവത്താകില്ല എന്നുറപ്പാണ്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ദുരൂഹ വോട്ടുകൾക്ക് വയനാട് ഉയർത്തിയാണ് BJP ദേശീയ നേതൃത്വം ഡൽഹിയിൽ മറുപടി പറഞ്ഞത്. ആ ആരോപണങ്ങളെല്ലാം പൊള്ളയാണെന്ന് വളരെ വേഗം വ്യക്തമായി. വയനാട്ടിൽ ഇരട്ട വോട്ടെന്ന് BJP ആരോപിച്ചത് മൈമുന എന്ന പേര് ആവർത്തിക്കുന്നത് കാണിച്ചാണ്. ആ 3 മൈമുനമാരും 3 പേർ ആണെന്ന് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നു. വള്ളിക്കെട്ടുമൽ എന്ന വീട്ടുപേരിൽ അനേകം വോട്ടർമാർ എന്നായിരുന്നു മറ്റൊരാരോപണം. വള്ളിക്കെട്ടുമൽ വീട്ടുപേരല്ല, ഒരു നാടിന്റെ പേരാണെന്നും വ്യക്തമായി. ഓരോ ബൂത്തിലെ ഓരോ വോട്ടർമാരും വെവ്വേറെയുണ്ടെന്ന് ചിത്രം സഹിതം വിവരം പുറത്തു വന്നു. വയനാട്ടിൽ 3ാമത്തെ ആരോപണം ചൗണ്ടേരി എന്ന വീട്ടുപേരിനെ ചൊല്ലിയായിരുന്നു. ചൗണ്ടേരി എന്നാൽ ചാമുണ്ടേശ്വരി കുന്ന് എന്നാണെന്ന് വ്യക്തമാക്കപ്പെട്ടു. ആ കുന്നിലുള്ള വ്യത്യസ്ത കുടുംബങ്ങളെല്ലാം ചൗണ്ടേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറിയുമ്മയും വള്ളിയുമ്മയും ഒക്കെ വ്യാജ വോട്ടർമാരല്ലെന്നും പക്കാ വോട്ടർമാരാണെന്നും വ്യക്തമാക്കപ്പെട്ടു. രണ്ടുപേരും ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവർ തന്നെയാണെന്നും തെളിഞ്ഞു. എന്നാൽ തൃശൂരെ കുറിച്ചുയർന്ന ഒരാരോപണത്തിനും സത്യസന്ധമായ മറുപടി ഉണ്ടായില്ല. മറ്റു മണ്ഡലങ്ങളിലെ വോട്ടർമാർ മാത്രമല്ല തൃശൂർ വോട്ട് ചെയ്തത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങും വോട്ടില്ലാത്തവരും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നാടും പേരും വരെ വ്യാജമായി സൃഷ്ടിച്ച വോട്ടർമാർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ സംശയം. അത് തെളിയിക്കപ്പെടുക തന്നെ വേണം. സംഭവം ഒട്ടും നിസ്സാരമല്ല. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.